കൂട്ടുകാരെ നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ സ്കൂൾ തുറന്നതിന് ശേഷം പല പല പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും കാണുന്നുണ്ട്. ഫസ്റ്റ് നമ്മളൊരു ഹെയർ സ്റ്റൈലിൻ്റെ ഇഷ്യൂസ് കാണുകയുണ്ടായി. പിന്നീട് കാണുന്നത് സ്കൂൾ കുട്ടിയുടെ മരണം. പിന്നീട് കാണുന്നത് വീഡിയോസ്, ഇത് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന വീഡിയോസാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നീട് കാണുന്നത് ഒരു പാവം പയ്യനെ സ്കൂളിലെ മറ്റു കുട്ടികളിട്ട് ഉപദ്രവിക്കുന്നത്. അതിപ്പോൾ ഒന്നല്ല, അത് ഒരുപാട് ധാരാളം. സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് തുറന്നാൽ ഒരു കുട്ടീനെ കുറച്ച് കുട്ടികൾ വട്ടം കൂടി നിന്ന് ഉപദ്രവിക്കുന്ന സീൻ കാണുന്നുണ്ട്. ഇവിടെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളൊക്കെ ഇങ്ങനെ പെരുമാറുന്നത്? ഒന്നാമത്തെ കാര്യം എടുക്കുകയാണ് ഹെയർ സ്റ്റൈല്. നമ്മുടെ സ്കൂളിന് യോജിച്ച യൂണിഫോം ഹെയർ സ്റ്റൈലൊക്കെ ഉണ്ട്, പണ്ടേ ഉണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തേ ഉണ്ട് 2 സൈഡിൽ റിബണൊക്കെ കെട്ടി പോകുക എന്നുള്ളത്. അത് നമ്മൾ സ്കൂളിനെ അത് അനുസരിച്ച് നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ നടപ്പാക്കി പോകണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നമ്മൾ അനുസരിക്കണം. ഇനി രണ്ടാമതെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നമ്മുടെ കുട്ടി വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ, സ്കൂളിലേക്ക് പുറപ്പെടുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അവൻ അല്ലെങ്കിൽ അവൾ സ്കൂളിന് അനുയോജ്യമായ ഡ്രസ്സും ഹെയർ സ്റ്റൈലും ഒക്കെയാണോ ചെയ്തിരിക്കുന്നത്? അതൊക്കെ നമ്മൾക്കും ശ്രദ്ധിക്കാവുന്നതാണ്. പിന്നീട് അവിടെ വിഷമകരമായൊരു കാര്യം കണ്ടു. ആ കുട്ടീനെ 3 മണിക്കൂറോളം പുറത്ത് നിർത്തിയത് ആ കുട്ടിക്ക് ഭയങ്കര വിഷമമായി. അത് ശരി തന്നെയാണ്. അങ്ങനെ അതിൻ്റെ പാരൻസൊക്കെ വന്നതായിട്ടൊക്കെ അതിൽ കണ്ടു. അപ്പം നമ്മളിവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സ്കൂളിൽ പോകുമ്പോൾ പാരൻസ് ആദ്യം ശ്രദ്ധിക്കുക, അവർ സ്കൂളിന് അനുയോജ്യമായ ഡ്രസ്സാണോ. അതുപോലെ സ്കൂളിൽ ചെല്ലുമ്പം നമ്മൾ ടീച്ചേഴ്സിനോടാണെങ്കിലും ബാക്കിയുള്ള കുട്ടികളോടാണെങ്കിലും മാന്യമായി പെരുമാറുക. ആരെയും ഉപദ്രവിക്കാതിരിക്കുക. നിങ്ങൾ എന്തിനാണ് ഒരു കുട്ടിയെ തല്ലുന്നത്? നിങ്ങളുടെ സഹപാഠിയല്ലേ, കാര്യം അറിയാതെ. അപ്പം നിങ്ങൾക്കെതിരെ അവൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹെഡ് മാസ്റ്ററോട് പറയാം, ക്ലാസ് ടീച്ചറിനോട് പറയാം, സ്കൂളിൽ ടീച്ചേഴ്സിന് ആരോടെങ്കിലും പറയാം. അപ്പോൾ ഇതൊന്നും ചെയ്ത് നിങ്ങൾ തന്നെ അതിനെ തല്ലി ഉപദ്രവിക്കുന്നത് ശരിയായ രീതിയല്ല. കാരണം വെച്ചാൽ നിങ്ങൾക്കറിയില്ല, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാരീഡ് ലൈഫിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പം പെൺകുട്ടികളുടെ മാതാപിതാക്കൾ സ്കൂൾ മുതൽ ആലോചിച്ച് തുടങ്ങും. ജോലിക്കൊക്കെ ആണെങ്കിൽ ഇതിന് ഏജൻസി നിർത്തിയിട്ടുണ്ട്, നിങ്ങൾ സ്കൂൾ മുതലുള്ള നിങ്ങളുടെ ക്യാരക്ടർ അറിയാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ആ സ്കൂൾ റെക്കോർഡിലുണ്ടാവും. അപ്പം നിങ്ങൾക്ക് നല്ലൊരു കമ്പനിയിലൊന്നും ജോലി കിട്ടാൻ ചാൻസ് കുറവാണ്. ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് എഴുതി റിപ്പോർട്ട് പോയ ഒരുപാട് അറിയാവുന്നത് കൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഒരു ഏജൻസി എറണാകുളത്ത് തന്നെ ഉണ്ട്. നമുക്കൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കൂൾ കോളേജിലൊക്കെ ചെന്ന് ഇവർ അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ട് മാത്രമേ നിങ്ങൾക്ക് എന്ത് തരുള്ളൂ, അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറുക, നല്ല രീതിയിൽ എല്ലാവരോടും സംയമനത്തോടെ പെരുമാറുക. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈർഷ്യ വരുന്നത്? ഈ ദേഷ്യം എവിടെ നിന്നുണ്ടാവുന്നതാണ്? എന്തിനാണ് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരേണ്ട കാര്യം കുട്ടികൾക്കില്ല. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഹൈസ്കൂളിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഹെഡ് മാസ്റ്ററാണ്, ദാമോദരൻ പിള്ള മാഷ്. അദ്ദേഹത്തെ ഞാൻ ഇന്നും നന്ദിയോട് ഓർക്കുന്നു. പെട്ടെന്നൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായതല്ല, ഒരു ചൂരൽ കഷായം കിട്ടിയിട്ടാണ് ഞങ്ങൾ ഫ്രണ്ട്സായത്. ക്ലാസ്സിൽ ഹോംവർക്ക് ചെയ്യാതെ ഹൈസ്കൂളിൽ 9th പഠിക്കുമ്പോൾ ക്ലാസ്സിന് പുറത്ത് ടീച്ചർ, ഞങ്ങൾ 3 പേര് പുറത്തായിരുന്നു. ഹോംവർക്ക് എഴുതിയതിന് ശേഷം ക്ലാസ്സിനകത്തേക്ക് കയറാമെന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ ഹെഡ് മാസ്റ്റർ നമ്മുടെ സ്കൂൾ വരാന്തയിലൂടെ നടന്നു വരികയാണ്, കയ്യിലൊരു ചൂരലും ഉണ്ടാവും. ഞങ്ങളാരും ചൂരൽ കഷായം കിട്ടുമ്പോൾ വീട്ടിൽ ചെന്ന് കംപ്ലൈൻറ്റ് പറയും, അങ്ങനെ ഒന്നുമില്ല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അവരടിച്ചത്. അപ്പോൾ സാർ വന്ന് ചോദിച്ചു, ഹെഡ് മാസ്റ്റർ ചോദിച്ചു, എന്താണ് പുറത്ത് നിൽക്കുന്നത്? അപ്പോൾ ഇതെല്ലാം ഹോംവർക്ക് ചെയ്തില്ല. 3 പേർക്ക് ഓരോ ചൂരൽ കഷായം തന്നിട്ട് അകത്ത് കയറി ഇട്ടു. അന്ന് ഉച്ചയ്ക്ക് സ്കൂൾ ഗ്രൗണ്ടിൽ ഓടി കളിക്കുമ്പോൾ സാർ വിളിച്ചിട്ട് കൈ വേദനിച്ചോ, കാരണം ഞാൻ കുറച്ച് അലറിപ്പോയി, കരഞ്ഞത് കുറച്ച് സൗണ്ട് കൂടിപ്പോയി, കാരണം വെച്ചാൽ അടിശീലം ഉണ്ടായിരുന്നില്ല എനിക്ക്. അപ്പോൾ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, നന്നായിട്ട് വേദനിച്ചെന്ന് മനസ്സിലായി, നല്ല കുട്ടിയായി. നമുക്ക് ഉപദേശമാണ് തന്നത്. ഇന്നത്തെ കുട്ടികളെ പോലെ ഉപദേശം കേട്ടുകൊണ്ടിരിക്കാൻ പലർക്കും മടിയുണ്ടെന്നറിയാം. പക്ഷെ അന്ന് സാറിൻ്റെ ഉപദേശങ്ങളൊക്കെ കേട്ട് പിന്നെ ആ സ്കൂളിൽ നിന്ന് 10th പിരിയുന്നിടം വരെയും, 10th കഴിഞ്ഞിട്ട് ഞാൻ സാറിനെ സ്കൂളിൽ പോയി കണ്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ അത്രയും നല്ല ഫ്രണ്ട്ഷിപ്പായി ഞങ്ങൾ. കാരണം വെച്ചാൽ പിന്നെ ഹെഡ് മാസ്റ്ററെ കാണുമ്പോൾ എനിക്ക് പേടിയില്ല. ഹെഡ് മാസ്റ്ററിനെ ഇപ്പോൾ അങ്ങനെ നമ്മൾ ബഹുമാനമുണ്ട്, അല്ലാതെ അയ്യോ സാർ അങ്ങനെയുള്ള പേടി ഉണ്ടായിരുന്നില്ല. ക്ലാസ് ടീച്ചർ ആയിക്കോട്ടെ, അവിടെ അതുപോലെ തന്നെ റെഡ് ക്രോസിൻ്റെ ഒരു കോർഡിനേറ്റർ ആയിരുന്നു. അങ്ങനെ സ്കൂൾ തലത്തിൽ ക്ലാസ് ലീഡറായിരുന്നു, പല ആക്ടിവിറ്റീസിലും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലായിടത്തും ടീച്ചേഴ്സിൻ്റെയും എല്ലാ സാർമാരുടെയൊക്കെ പ്രോത്സാഹനം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ മറ്റുള്ളവരെ ഒന്നും നമ്മൾ ഉപദ്രവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. പകരം എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ നല്ലൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ചാരിറ്റിയും അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് ടീച്ചിങ്ങും തുടങ്ങിയത് ഹൈസ്കൂളിൽ നിന്നായിരുന്നു.
ഫസ്റ്റ് തുടങ്ങിയത് ടീച്ചിങ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ശ്രീദേവി ടീച്ചർ പറഞ്ഞു ഉച്ചയ്ക്ക് 1 hour ലഞ്ച് ടൈമുണ്ട്, ഹാഫ് ആൻ അവർ മതി ഫുഡ് കഴിക്കാൻ, ബാക്കി ഹാഫ് ആൻ അവർ ക്ലാസ്സിലെ 2 കുട്ടികളെ സെലക്ട് ചെയ്ത് തന്നിട്ട് പറഞ്ഞ് അവരെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ അവർക്ക് മുമ്പോട്ട് നല്ല മാർക്ക് നേടാൻ സാധിക്കും, അവർക്ക് ഉച്ചയ്ക്ക് ക്ലാസ് കൊടുക്കണമെന്ന്. അപ്പം ഞാൻ എഗ്രി ചെയ്തു. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ടീച്ചിങ് തുടങ്ങുന്നത് എൻ്റെ ഹൈസ്കൂളിൽ നിന്നാണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഹാഫ് ആൻ അവറെ ഫുഡ് കഴിക്കാൻ എടുക്കുന്നുള്ളൂ, ബാക്കി ഇവരെ പഠിപ്പിക്കുമായിരുന്നു. അതിൽ ഒരാളാണെങ്കിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് പുറത്തേക്ക് പോകും. സാധാരണ രീതിയിൽ സ്കൂളിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള കുട്ടികളൊക്കെ വീട്ടിൽ പോയാണ് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ ഇതിനോട് ഞാൻ പറഞ്ഞു, വീട്ടിൽ നിന്ന് രാവിലെ വരുമ്പോൾ ഫുഡുമായിട്ട് വരിക, അപ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങനെ പോയിട്ട് വരുന്ന അത്ര ക്ഷീണം ഒഴിവായി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നതല്ല, എൻ്റെ വീട്ടിൽ നിന്ന് തന്നിവിടാൻ ഫുഡില്ല, രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റേ ഉള്ളൂ, പിന്നീട് വൈകിട്ടാണ്, ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം ഇല്ല എന്ന് വെച്ചാൽ വീട്ടിൽ അത്രയും കഷ്ടപ്പാടുണ്ട്. അപ്പോഴാണ് ഞാൻ അതിൻ്റെ കഥ കേട്ടു. അത് ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല, കഥ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിന് അലിവാണ് വന്നത്, ഒരു അനുകമ്പയാണ് വന്നത്. അപ്പം ഞാൻ എൻ്റെ ചാരിറ്റി അവിടെ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കന്ന് ജോലിയില്ല, പൈസ ഒന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ മുതൽ ഫുഡ് കഴിക്കുമ്പോൾ അതിനെ വിളിച്ചിരുത്തി എൻ്റെ പാത്രത്തിൻ്റെ അടപ്പ്, എനിക്ക് അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ നിറയെ ഫുഡൊക്കെ തരും, നന്നായിട്ട് കഴിക്കുന്ന കൂട്ടത്തിലുമാണ്. അപ്പോൾ അതിൻ്റെ അടപ്പിൽ ഞാൻ ഫുഡ് പകർന്ന് അതിനെ കൊണ്ട് കഴിപ്പിക്കുന്ന ശീലമുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ അമ്മ ഒരു പൊതിച്ചോറ് കൂടി തന്നുവിടും, അറിയാം. പക്ഷെ അതല്ല ഞാൻ ചെയ്തത്, പങ്കിടുക എന്നുള്ളതായിരുന്നു എൻ്റെ ശീലം. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് പോലും ഇപ്പോൾ വീട്ടിലാർക്കും അറിയാത്ത കാര്യമാണ്. പക്ഷേ അവിടെ ഞാൻ തുടങ്ങിയതാണ്. ഞാൻ അങ്ങനെ ആരോടും പറയില്ല. ഇപ്പോൾ ഒരാൾക്ക് ചെയ്താലും എൻ്റെ വീട്ടിലാണെങ്കിലും അങ്ങനെ ഞാൻ പറയുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലും ആർക്കും അറിയത്തില്ല ഈ കാര്യം. ഇപ്പോഴും അറിയില്ല ആർക്കും, അമ്മയ്ക്കും അറിയില്ല, ആർക്കും അറിയില്ല. പക്ഷെ അവിടെ ഞാൻ തുടങ്ങി അങ്ങനെ കുറേ സാധനങ്ങൾ കൊടുക്കും. അങ്ങനെ ഒരു ദിവസം എന്നെ കൊണ്ടായിരുന്നു അമ്മ അരി അവർക്ക് കൊടുക്കാനായിട്ട് മറ്റൊരു പാത്രം അവിടെ കരുതി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ നാഴിയിൽ അളന്ന് അതിലേക്ക് ഇട്ടിട്ട് ആ പാത്രത്തിൽ നിന്നാണ് അവർക്ക് പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എടുത്തപ്പോഴത്തേക്ക് അത് കൂമ്പാരം പോലെ കൂടി വന്നു. അപ്പം ഞാൻ എടുത്ത് ഇടുകയും ചെയ്തിട്ട് അമ്മയെടുത്ത് ചോദിച്ചു, എനിക്കറിയില്ലോ ഈ കിച്ചണിലെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ അമ്മയെടുത്ത് ചോദിച്ചാൽ, അമ്മ അരി കൂടിപ്പോയെന്ന് തോന്നുന്നു, ഞാൻ കുറച്ച് എടുക്കണം. അമ്മ പറഞ്ഞു, ഒരിക്കലും പാടില്ല, അത് മോളല്ല ഇട്ടത്, ദൈവമാണ് ഇട്ടത്. നമ്മൾ അതിൽ നിന്ന് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഒരാൾക്ക് കൊടുക്കാൻ നമ്മൾ കരുതിയിട്ട് അതിൽ നിന്ന് കുറച്ച് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് മാനുഷിക ചിന്തയാണ്. ദൈവിക ചിന്ത ആദ്യമേ നമ്മുടെ മനസ്സിലെ തീരുമാനം വന്നു, അത് അത്രയും കൊടുക്കണം, പിന്നെ ചിന്തിക്കരുത്. ഇനിയിപ്പോൾ നമ്മൾ ഒരാൾക്ക്, അമ്മ പറഞ്ഞു തന്നതാണ്, നമ്മളിപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ സാധനങ്ങൾ എടുത്തു വെക്കുന്ന കൂട്ടത്തിൽ അധികമായി പോയി എന്ന് തോന്നിയിട്ട് അതിനെ തിരികെ എടുക്കാൻ പാടില്ല. അത് അങ്ങനെ ചിന്തിപ്പിച്ച് അങ്ങനെ വെക്കുന്നത് നമ്മുടെ ദൈവിക ചിന്ത, ദൈവിക തീരുമാനം, അതാണ് എടുത്തു പറഞ്ഞത്. പിന്നെ നമ്മൾ അതിൽ നിന്ന് തിരികെ എടുത്താൽ, അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരുന്നാൽ, ഞാൻ എനിക്കിത് തരാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് മനസ്സ് പിൻവലിക്കുകയാണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പിന്നെ അത് മനഃപൂർവ്വം ഒഴിവാക്കുകയാണെങ്കിൽ അത് മാനുഷിക ചിന്ത, അത് ദൈവിക ചിന്തയല്ല. അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ദൈവിക ചിന്തയോടായിരിക്കണം, മാനുഷിക ചിന്തയോടായിരിക്കരുത്. നമ്മുടെ സഹപാഠികളെ ഉപദ്രവിക്കരുത്. അവരോട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മുടെ ക്ലാസ്സിൽ ആരെങ്കിലും നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ കാണും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എനിക്കറിയില്ല, എന്നിരുന്നാലും അന്നത്തെ കാലത്ത് ഒരുപാട് കുട്ടികളെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ അതേ രീതി അതേപോലെ തന്നെ ഒരു സമീപനമാണ് ഞാൻ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മളാൽ കഴിയുന്ന ഗുണങ്ങൾ കൊടുക്കുക. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. ഇതൊക്കെ എൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയ വാക്കുകളാണ്. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക, വന്നിച്ചില്ലേലും നിന്ദിക്കാതിരിക്കുക. ഇതൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ ചെവിയിൽ ചൊല്ലിത്തരുന്ന പാഠങ്ങളായിരുന്നു അമ്മ. നമ്മൾക്ക് അന്ന് അത്രയ്ക്കൊന്നും അതിൻ്റെ ആഴം മനസ്സിലായില്ല എങ്കിലും ഇപ്പോൾ അത് ഏറെ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ടീച്ചേഴ്സിനോടൊക്കെ പറയാനുള്ളത്, ക്ലാസ് കഴിയുന്ന സമയത്ത് ലാസ്റ്റ് ഒരു 5-10 മിനിറ്റെങ്കിലും കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ, നല്ല മാനസിക വളർച്ചയുടേത്, നന്മയുടെ കാര്യങ്ങൾ അങ്ങനെ കുറേ പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും. ഹൈസ്കൂളിലെ തുളസി സാറിന് ഒരുപാട് സാർമാർ പറയുന്നുണ്ട്, എന്നിരുന്നാലും തുളസി സാറിന് ഞാൻ ഇപ്പോഴും നന്ദിയോട് ഓർക്കുന്നുണ്ട്. എപ്പോഴും ക്ലാസ് കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് ഞങ്ങൾക്ക് കുറേ നന്മയുടെ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ആ നന്മ കേട്ട് നമ്മൾക്ക് ആ നന്മ ചെയ്യാനൊരു പ്രവണതയുണ്ടാകും. അന്ന് ഹൈസ്കൂളിൽ പഠിച്ചപ്പോൾ കേട്ട ആ നന്മയുടെ പ്രവണത ഞാൻ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ ഞാൻ സാറിനെ ഓർക്കുവാണ്. സാർ അന്ന് ചെവിയിൽ ഓതിത്തന്ന ക്ലാസ്സിൽ തന്നെയാണ് നമ്മൾ ആ കേട്ട അറിവ് നമുക്ക് ഭാവിയിൽ മറ്റു കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നു.
അപ്പം നമ്മൾ ക്ലാസ് തീരുന്ന സമയത്ത് എല്ലാ ദിവസവും വേണമെന്നില്ല, എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ കുട്ടികൾക്ക് നല്ല നല്ല കാര്യങ്ങൾ, നന്മയുടെ പാഠങ്ങൾ, തിന്മയിൽ നിന്ന് അകന്നിരിക്കുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മുടെ സഹജീവികളോട് അനുകമ്പയായിരിക്കുന്നതിന്, നമ്മളൊന്നും ലോകത്തെക്കുറിച്ച് അറിയുന്നില്ല, നമ്മൾ പഠിക്കുമ്പം നമുക്ക് പഠനത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി, വേറെ ഒന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷെ നമ്മുടെ സമൂഹത്ത് ഒരുപാട് ധാരാളം എന്താ പറയുക, ഓർഫനേജ്, ഓൾഡ് ഏജ് ഹോം, അങ്ങനെ കുറേ പാവങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവരോടൊക്കെ നമുക്ക് എപ്പോഴും ഒരു അനുകമ്പ ഉണ്ടാവണം. ഇപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് കൂടുതലൊരു ക്ലാസ് കൊടുക്കുന്നതിനൊക്കെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഞങ്ങളുടെ ടീം. ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷൻ്റെ IT ചെയർപേഴ്സൺ കൂടിയാണ്. അപ്പം ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. സ്കൂളുകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് കുട്ടികൾക്ക്, എൻ്റെ ഒരു നിർദ്ദേശമാണ് ഞാൻ അവിടെ പറഞ്ഞത്. അപ്പോൾ ഓഗസ്റ്റ് മാസത്തോടു കൂടി അതിനെക്കുറിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് വരും തലമുറ നല്ല കുട്ടികളായിട്ട് വളരണം എന്ന് മാത്രമേ ലക്ഷ്യമുള്ളൂ. ആരും ചീത്ത കുട്ടികളാവരുത്, മയക്കുമരുന്നിനും മദ്യപാനത്തിനും അടിമയാവരുത്. നമുക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇപ്പോൾ ഏറ്റവും ഒരു നല്ലൊരു വ്യക്തിത്വത്തെ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആവണമെന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ പേഴ്സണാലിറ്റി അന്ന് മുതലേ ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. മമ്മൂട്ടിയുടെ പേഴ്സണാലിറ്റി ഉള്ള ഒരാളെ കണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. ഇപ്പോഴും ചോദിച്ചാൽ അതിനപ്പുറം ഒരു പേഴ്സണാലിറ്റി ഒരുപാട് പേരിലുണ്ടെങ്കിലും എന്നെ അട്രാക്റ്റ് ചെയ്തിരിക്കുന്നത് മമ്മൂട്ടിയുടെ പേഴ്സണാലിറ്റിയാണ്, അന്നും ഇന്നും. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ബാക്കിയുള്ളവർക്കൊന്നും ഇല്ല എന്നുള്ളതല്ല. അപ്പം അങ്ങനെ ഒരു അങ്ങനെ ഒരു നമ്മളൊരു ക്യാരക്ടറിലേക്ക് നമ്മളെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ആക്കി തീർക്കണം. മറ്റുള്ളവർ നമ്മളെ കണ്ടിട്ട് പറയണം അവളുടെ പേഴ്സണാലിറ്റി സൂപ്പറാണ്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ മിതത്വമായിരിക്കണം, ഒരുപാട് സംസാരിക്കാതെയും എന്ന് പറഞ്ഞാൽ മിണ്ടാപ്പൂച്ച ആവണ്ട, സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കണം. അങ്ങനെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ തന്നെ നോക്കി മനസ്സിലാക്കി നമ്മളെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ടീച്ചേഴ്സിനോടും എല്ലാവരോടും റെസ്പെക്റ്റ് ആയിരിക്കണം. ആരെയും അവർക്ക് വിഷമമാകുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് വിഷമമാകുന്ന രീതിയിൽ ആരോട് സംസാരിക്കാതിരിക്കുക. അപ്പം എൻ്റെ കൂട്ടുകാരെ, നിങ്ങളെല്ലാം നല്ല കുട്ടികളായി വളരുക, മാതാപിതാക്കളെ അനുസരിക്കുക, മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വെക്കുക. ഓക്കെ, താങ്ക് യു.